നടരാജിലേക്ക്. നടരാജ്, തൃശ്ശൂരിൽ വലിയ പ്രചാരണ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരിക്കുന്നു. 3 മുന്നണികളും ഒരുപോലെ ഇറങ്ങി വോട്ട് തേടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ആ ആവേശം കൊട്ടിക്കലാശത്തിലും ഉയർന്നു കണ്ടതാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് മുന്നണികൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ? എങ്ങനെയായിരിക്കും വിധിയെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ? ധന്യ, വോട്ടർമാരോട് പറയാനുള്ളതെല്ലാം മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം വോട്ടർമാരുടെ കയ്യിലാണ്. പരസ്യ പ്രചാരണം കഴിഞ്ഞ ദിവസം അവസാനിച്ച് കൊട്ടിക്കലാശമുണ്ടായി. ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വിളിക്കേണ്ടവരെയൊക്കെ തന്നെ ഫോണിൽ വിളിച്ചും വോട്ട് അഭ്യർത്ഥിക്കുക, ചിലരെ വീട്ടിൽ ചെന്ന് കാണുക, വളരെ അടുപ്പമുള്ളവരെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ ഒന്നുകൂടി കണ്ട് വോട്ട് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൂചിപ്പിച്ച പോലെ വളരെ കൊടുമ്പിരി കൊണ്ടൊരു പ്രചാരണം തന്നെയാണ് കഴിഞ്ഞ 1 മാസത്തോളം നടന്നത്. സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ തൃശ്ശൂരിലും ചർച്ചയായി. പ്രത്യേകിച്ച് ശബരിമലക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ തൃശ്ശൂരിൽ ചർച്ചയായി. ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, സർക്കാരിനെതിരായ വിമർശനങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ, പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചർച്ചയായി. എന്തായാലും നാളെയാണ് ജനവിധി. ജനങ്ങൾ ഏതാണ്ട് ആർക്കാണ് വോട്ട് നൽകേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നാളെ പോളിംഗ് തുടങ്ങുമ്പോൾ അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് അവരുടെ തീരുമാനം അറിയിക്കും. ഇതിലെ സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള 111 തദ്ദേശ സ്ഥാപനങ്ങളിലായി 2204 വാർഡുണ്ട്, 7000-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 54,000 പേർ കന്നി വോട്ടർമാരാണ് ഉള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 27 വിവിധ ഭിന്നലിംഗക്കാരായ വോട്ടർമാരും മറ്റും ഉണ്ട്. പോളിംഗ് ഡ്യൂട്ടിക്കായി ഏതാണ്ട് 15,000-ലധികം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളും ഏതാണ്ട് 3282 പോലീസ് സ്റ്റേഷനുകൾ, ഇങ്ങനെ ഒരുപാട് വിന്യാസം ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ പല ഭാഗങ്ങളിലേക്ക് പോളിംഗ് സാമഗ്രികൾ കൊണ്ട് ഉദ്യോഗസ്ഥർ പോയി കഴിഞ്ഞു. അവരൊക്കെ തന്നെ പോളിംഗ് ബൂത്തുകൾ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണിപ്പോൾ. വൈകിട്ടോടുകൂടി പോളിംഗ് ബൂത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അവർ അവിടെ തന്നെ വിശ്രമിക്കുകയും നാളെ രാവിലെ പോളിംഗ് തുടങ്ങുകയും ചെയ്യും. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യാനായി പല ഭാഗത്തു നിന്നും ജില്ലയ്ക്ക് എത്തേണ്ടവർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രിപ്പറേഷൻ നടക്കുകയാണ്. മുന്നണികളും ഏറെ ആകാംക്ഷയിലാണ്. 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമല്ല ഇന്ന് ജില്ലയിലുള്ളത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് UDF കണക്കുകൂട്ടുന്നു, നിലനിർത്താൻ കഴിയുമെന്ന് LDF കണക്കുകൂട്ടുന്നു. മറ്റ് സ്ഥലങ്ങളിലും നിലവിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അത് മാറ്റാൻ കഴിയുമെന്ന് UDF കണക്കുകൂട്ടുമ്പോൾ നില മെച്ചപ്പെടുത്താൻ BJP പ്രയത്നം നടത്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ജനവിധി നാളെയാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും.